നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എന്താ കൊണ്ടുവന്നേ നിങ്ങൾക്ക് കാണണ്ടേ? വായോ. ഈ ആഴ്ച കുറച്ച് സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളേ. അടുത്ത ആഴ്ച വീണ്ടും പോകുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ കൊണ്ടുവന്നെന്ന് കാണിച്ചു തരാവേ. ഒരു പഴുത്ത ചക്കയാണേ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അടുത്ത കൊണ്ടുവന്ന കുറച്ച് കപ്പയാണ്. ഇതെല്ലാം കുറച്ചും കൂടെ ഉണ്ട്. ഇതും ചക്കയും വീട്ടിലുള്ളതാണേ. നമ്മുടെ വീട്ടിൽ തന്നെ വിളയിച്ചെടുത്തതാണ് കപ്പയും ചക്കയും ഒക്കെ. പിന്നെ ഇത് വീട്ടിൽ തന്നെ എടുത്ത തൈരാണേ. ഇതെന്താ തൂക്കുപാത്രം. സാമ്പാറാണേ, അച്ഛൻ അമ്മ വെച്ച് തന്നു വിട്ട സാമ്പാറാണേ. ഇത് ഒരാഴ്ചത്തേക്കുള്ള ഉണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ടേ. പച്ചക്കറിയൊക്കെ ലേശം എടുത്തിട്ടുള്ളൂ. അടുത്ത ആഴ്ച വീണ്ടും പോവല്ലേ. ആപ്പിളും ഓറഞ്ചും തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ. ഇത് നമുക്ക് സാധനങ്ങൾ ഇടാൻ വേണ്ടിട്ട് മേടിച്ച് തന്നു വിട്ടേ. കുഞ്ഞു ബാസ്ക്കറ്റ്സും കൂടെ ഉണ്ട് കേട്ടോ. പൊട്ടിച്ചില്ല, പൊട്ടിച്ചിട്ട് വേണം ഇതിന്റെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ. ഇത് മാവാണേ. അത് നമുക്ക് ശർക്കരയൊക്കെ ഇട്ടിട്ട്, വറുത്ത മാവാണ്. ശർക്കരയൊക്കെ ഇട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് 4 മണി സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കാച്ചി എണ്ണയാണേ. തീരുന്നതനുസരിച്ചിട്ട് ഞാൻ പോകുമ്പോൾ മേടിച്ചിട്ട് വരും. വീട്ടിൽ തന്നെ കാച്ചുന്നതാണ് ഇത്. ഇത് നമ്മുടെ പൊരിയാണേ. ഇത് പണ്ടാളത്തുള്ളവർക്കൊക്കെ ജസ്റ്റ് ഐറ്റമായത്. ഇപ്പോഴും ഇത് എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള സാധനം തന്നെയാ. പല കളർ. ഞാൻ ഈ ഓറഞ്ച് കളർ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. മുന്നിനെ കണ്ടിട്ടില്ല. യെല്ലോ നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. കണ്ടോ, ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു സ്വീറ്റ് ആണേ. തമിഴ്നാട്ടിലുള്ളതാണേ. ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. വാലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകും, അങ്ങനത്തെ ഒരു സംഭവമാണ്. എനിക്ക് ഇതിന്റെ ഫാനാണ് ഞാന്. കാണിച്ചു തരാവേ. സൂപ്പർ ടേസ്റ്റാ. ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോൾ കൂടുതൽ കഴിച്ചിട്ടാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ കുറച്ച് സ്നാക്സ് ആണ്. ഇത് ഊട്ടിയിൽ നിന്ന് വരുന്നതാണേ. ഊട്ടി വർക്കി എന്ന് പറയും. ഇത് എഴുതിയിട്ടുണ്ട് ഊട്ടിയിൽ. ഇത് പക്ഷേ ഊട്ടിയിൽ ഈ ഷേപ്പ് അല്ല. ഇത് ഇവിടത്തെ സ്പെഷ്യലായിട്ട് വരുന്നത് വല്ലതുമായിരിക്കും. ഈ ഷേപ്പ് അല്ല, വർക്കി വേറൊരു ഷേപ്പാ. ഊട്ടിയിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും. ഇത് അവിടുത്തെ ഒരു സ്പെഷ്യൽ സ്നാക്സ് ആണ്. പിന്നെ ചിപ്സ്, ഒരു ബിസ്ക്കറ്റിൽ നിന്നും കുറച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. പിന്നെ ചക്ക വെച്ചിൽ മേടിച്ചിട്ടുണ്ട്. അത് ചക്ക വെച്ചിൽ ചക്ക വറുത്തതെന്നാ പറയുന്നത്. ആ സാധനവും മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ കഴിച്ചു ചേർത്തായിരുന്നേ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്നേ. ഇനി അടുത്ത ആഴ്ച പോകാനുള്ളതുകൊണ്ട് ഇത്രയും കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.